phone. It's been too long now. I think that I'm on. I second guess you, I second guess me, I second guess them. Don't second guess me. Live in the moment, cause we are so free. And in this moment, life is like a dream. അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഈ കാരണം എന്ന് പറയുന്നത് ഹൃദയങ്ങളോട്, കുട്ടികളോട്, വ്യക്തികളോട്, പാഠപുസ്തകങ്ങളോട്, അറിവുകളോട് ഒക്കെ മാനസികമായിട്ടുള്ള ഒരടുപ്പം നമുക്ക് കാത്തു സൂക്ഷിക്കുവാനും ആ അടുപ്പം ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഏറ്റവും വലിയ പുരാണത്തിലെ ഏറ്റവും വലിയൊരു ശ്ലോകമുണ്ട്. അജ്ഞാന നിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതായത് ത്രിമൂർത്തികളെ ഏകത്വത്തിൽ ഒരു ഗുരുവിൽ കാണുന്നു എന്നാണ് പറയുന്നത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മൾ നേരത്തെ തന്നെ കേട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ അധ്യാപകർ, ഇപ്പോഴത്തെ അധ്യാപകർ പഴയ ഗുരുക്കന്മാരിൽ നിന്ന് ഒരുപാട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് കാര്യം. അതെന്തുകൊണ്ട് അങ്ങനെ ആകുന്നു? നമ്മുടെ പഴയ ടീച്ചേഴ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ്, അവരൊക്കെ നമ്മുടെ ഓഫീസിലൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ എണീറ്റ് പോകും. പക്ഷെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ തന്നെ അധ്യാപകരെ ആക്രമിക്കുന്ന, അവരോട് തറവല പറയുന്ന അങ്ങനെ ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. കാര്യം എന്ന് പറയുന്നത്, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 3 തരം ടീച്ചേഴ്സാണുള്ളതെന്നാണ്. Dearest esteemed guests, respected managers, principals, teachers and non-teaching staff, I would like to extend my heartfelt gratitude to each and every one of you for making this arrangement to have a great time for all of us here as the teachers workshop. First of all, I would like to thank Mr. R. Sananjan, the President of National School Council. He is the one who has taken all the efforts in arranging this great event over here today, and I think we all are inspired by him. He is the true leader who can lead us to a great way in future. Thank you very much, sir, on behalf of myself and the whole team of National School Council. Now it's our General Secretary, Mr. A. Ajji sir, who is the backbone of our National School Council. He has taken all the efforts to make our National School Council a grand success from a long time, and this is the next milestone where we are gathered together to have this workshop, and I hope that it will be a grand success today in the coming academic year 2025-26. Thank you very much, sir, for arranging this program over here today. Now it's our time to extend a gratitude to our chief guest of the day, Mr. Anish K. Ailera, for inaugurating this workshop and sharing your valuable insights. Now I would like to thank our patron of National School Council, Advocate. I'm here to not here to take a selfie, that's all. So I request all of you, first of all, notepad and the pen with my home. And of course your age, but this is unfair on my part to ask your name. So you write age. Paper, like sheet of paper. Keep it with you. Okay, over. Anybody left? Now you may kindly stand up. Stand up, please. Name, your qualification, your age is crushed. കണ്ട് ചിരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്ത് വേണമെങ്കിൽ യു ക്യാൻ ഹഗ്. അങ്ങനൊന്നുമില്ലല്ലോ, എല്ലാം ലേഡീസ് ടീച്ചേഴ്സാണ്. If there is no objection from other
നോ പ്രോബ്ലം. എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ട് പോകണം. പേര് ചോദിക്കുക, ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ചോദിക്കുക. പരമാവധി ആൾക്കാരെ പരിചയപ്പെടുന്നവർക്ക് ഒരു ചെറിയ സമ്മാനം ഞാൻ തരും. സോ യു ഹാവ് എ ടൈം ഫോർ ദാറ്റ്. ഞാൻ 10 എണ്ണുന്നതിനകത്ത് വെച്ച് നിങ്ങൾ പരിചയപ്പെടുക, പരമാവധി ആൾക്കാരെ പരിചയപ്പെടുക. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് the person sitting on your either side will be different when you go back to your seats. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ചിരിക്കുക, അതാണ് പ്രധാനം. ഹഗ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക. നിങ്ങളുടെ സമയം തീരാൻ പോവുകയാണ്. ഇനി ഞാൻ ടൈം കൗണ്ടർ തുടങ്ങുകയാണ്. 1 എത്തുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരുടെയും പ്രായവും ക്വാളിഫിക്കേഷനും ഒക്കെ ചുരുണ്ട് ഒരു ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആദ്യം പറയുള്ളൂ, ആർക്കൊരു ആപത്തുണ്ടാവരുത്. വീട്ടിൽ ചെല്ല നമുക്ക് ടീച്ചർമാരെ പഠിപ്പിക്കാൻ പാടാം, അല്ലെങ്കിൽ ടീച്ചർമാരെ പഠിപ്പിക്കാൻ പാടാണ്. അതുകൊണ്ട് I don't want teachers, I want kids. I want just kids. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സുവർണ്ണകാലമാണ് ജീവിതത്തിൽ കുട്ടിക്കാലം. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു കാലം ഉണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ? എക്സാക്ട്ലി ഒരു 10 വയസ്സ് ആകുമ്പോഴത്തേക്ക് ആള് ഒരു സ്റ്റേജിലായിട്ട് കടക്കുക. അപ്പോഴത്തേക്ക് ഞാൻ വലിയ ആളാണെന്ന് ഇൻഹിബിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ I want all of you in 10 or just 0. Okay. So how old are you? 10 years. How old are you? 10 years. അപ്പോൾ നമുക്കൊരു കാര്യം 10 years ആണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടില്ല. അതിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്കൂളൊക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് കണ്ണടച്ചു. നിങ്ങൾ നിങ്ങളുടെ പഴയ ആ സ്കൂളിലെത്തിയിരിക്കുക. നിങ്ങളിരുന്ന ക്ലാസ് റൂം നിങ്ങൾ കാണും. ഇരുന്ന ബെഞ്ചുകൾ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ നടന്നു വരുന്നു, ക്ലാസ്സിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖങ്ങൾ തെളിയുന്നു. നിങ്ങളുടെ മുന്നിൽ പങ്കെടുത്ത കളികൾ നിങ്ങൾ കാണുന്നു. വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എല്ലാവരും കുട്ടിയായെന്ന് തോന്നലുണ്ട്. ചെറുതായിട്ടുള്ളത് അവർ കാര്യം ചെയ്യും. കുട്ടിയായോ എന്ന് അറിയുന്ന പോലെ നിങ്ങൾ ആവർത്തിച്ചാൽ കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്തിരിക്കും. എന്ത് കണ്ടാലും ഇമിറ്റേറ്റ് ചെയ്യും, സന്തോഷമായി ഇമിറ്റേറ്റ് ചെയ്യും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. മൂപ്പിലാനെ കൂട്ടി കലയെ കൂട്ടി അങ്ങ് വരണം. വരുമ്പോഴേ അരക്കെട്ട് പപ്പടം കൂടെ കൊണ്ടുവരണം. Living alone, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath.